السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. قال الله عز وجل: إن من عباد الله من لو أقسم على الله لا بره. قال رسول الله: نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبور لا إله إلا الله. ആ വരുന്നവരൊക്കെ അടുത്തേക്ക് ഇരുന്ന് കൊടുക്കി. നമ്മുടെ സാധാരണ ചില സലാത്ത് മജ്‌ലിസല്ലേ, ബെയ്ത്താരും കുറക്കണ്ട, ഉറക്കം ചൊല്ലിക്കോളി. കുറഞ്ഞ സമയം പ്രസംഗം തങ്ങാവാപ്പ എത്താനായതുകൊണ്ട് അധികം നീട്ടൂല. قد رجعون النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور لا إله إلا الله. لله در حمزة الكرار أسد الله مبارز النسود العدو لله. أسد الله من أسد الله ما أدراك من أسد الله. أسد في 7 سماوات عند الله. ഏറ്റവും ആദരവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാ, നമ്മുടെ മാസാന്ത സ്വലാത്തും വിപുലമായ റഈസു സായിദീൻ ഖുത്ബുൽ ആലം സിയം വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ചയും നമ്മുടെ മഹത്തായ മുബാറക്ക് പള്ളിയുടെ പരിസരത്ത് നടക്കുകയാണ്. നമ്മുടെ സ്വലാത്തിന്റെ എല്ലാമായ വന്നരായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങപ്പാപ്പ തന്നെ ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ എത്തിച്ചേരുന്നു എന്നത് വളരെയേറെ ഭാഗ്യമാണ്. അള്ളാഹു തങ്ങളവറുകളെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകുമാറാകട്ടെ. അതിലുപരി ഈ സമയത്ത് മഹാനായ സിയം വലിയുള്ളാന്റെ ആണ്ടും കൂടി നടക്കുകയാണ്. വർത്തമാന ലോക സാഹചര്യം ധാരാളം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചപ്പോ മദീന മുനവ്വറയുടെ മുത്തുനബിയുടെ ചാരത്ത് വരെ ബോംബ് പൊട്ടിയ കാലം.
ഇതെല്ലാം ആശങ്കയോടെ ലോകം നോക്കിക്കാണുമ്പോ ലോകമെമ്പാടും ഭീകരതയുടെ തീവ്രവാദത്തിന്റെ മറവിൽ ധാരാളം നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാലം. എങ്കിൽ അല്ലാഹുവിന്റെ മഹാത്മാക്കളായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുമായി ബന്ധമില്ലാത്ത ആളുകളാണ് ഇത്തരം കാര്യങ്ങളെ പിന്നിലുള്ളത്. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടാൻ, നല്ല നല്ല ആളുകളുമായി ബന്ധപ്പെടാൻ തയ്യാറാകണം. അല്ലാതെ സമൂഹവും നാടും രക്ഷപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു പേടിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ് റഷീദ് ഉസ്താദ് വളരെ വിപുലമായ രൂപത്തിൽ തന്നെ CM വലിയുള്ളാന്റെ ആണ്ട് നടക്കുമ്പോ ഔലിയാക്കളുടെ ആണ്ടിയുടെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയണം. എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ പ്രത്യേകത? ഏതൊരു മഹാനെ സ്മരിക്കുമ്പോഴും അവരിലൂടെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ മഹാനായ CM വലിയുള്ളാന്റെ ഒന്നാമത്തെ പ്രത്യേകത നല്ല നല്ല ആളുകളുമായി ബന്ധപ്പെടുക, സ്വാലിഹീങ്ങളുടെ ചാരത്ത് ജീവിക്കുക, നല്ല നല്ല ആളുകളുമായുള്ള സഹവാസം കൂട്ടി ഉറപ്പിക്കുക. അത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അതായിരുന്നു CM വലിയുള്ളാന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. അല്പസമയം എനിക്ക് പ്രസംഗിക്കാൻ സമയമുണ്ട്, ഒരുപാട് പറയാനുണ്ട്. എന്നാൽ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറയാം. CM വലിയുള്ളാന്റെ ഒന്നാമത്തെ പ്രത്യേകത നല്ല ആളുകളെ ചാരത്ത് കഴിയുക. നിങ്ങൾക്കറിയാമല്ലോ, അവിടുത്തെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള കാലം CM വലിയുള്ള കഴിഞ്ഞുകൂടിയത് കോഴിക്കോട് ഇടിയങ്ങരയിലെ ശൈഖ് പള്ളിയുടെ ചാരത്തുള്ള മൂപ്പന്റെ വീട്ടിലാണ്. അത് മഹാനവറുകൾക്ക് വീടില്ലാത്തത് കൊണ്ടല്ല, താമസിക്കാൻ കേന്ദ്രമില്ലാത്തത് കൊണ്ടല്ല, നല്ല നല്ല ആളുകളുടെ ചാരത്ത് ജീവിക്കുക എന്ന ബർക്കത്ത് കിട്ടാൻ അവിടെയാണ് മഹാനായ ശൈഖ് അലാവുദ്ദീനുൽ ഹിംസി തങ്ങളുടെ മഖ്ബറയുള്ളത്. ശൈഖ് പള്ളിയിലാണ്. ഈ അലാവുദ്ദീൻ ഹിംസി തങ്ങൾ ആരാണ്? നൽഗുണങ്ങൾ ചെയ്തേറെ നല്ലവർ പിന്നാലെ, നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട് ഫളലാലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു. നല്ല നല്ല ആളുകളുടെ ചാരത്ത് ജീവിക്കൽ നല്ല രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ശൈഖ് പള്ളിയിൽ മറപ്പെട്ട വലിയ മഹാൻ അത് അലാവുദ്ദീനുൽ ഹിംസി തങ്ങളാണ്. അപ്പവാണിമ്പ നേർച്ച നടക്കുന്ന സ്ഥലമാണ്. ആ മഹാൻ വലിയ ഔലിയാക്കളിൽ പ്രഗത്ഭനാണ് എന്ന് മാത്രമല്ല, അവിടത്തെ കറാമത്തറിയാൻ മഹാനായ ഖുത്ബുസ്സമാൻ മമ്പറത്തെ തങ്ങളവറുകൾ അലാവുദ്ദീനുൽ ഹിംസി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയാൽ കല്ലായി പാലത്തിന്റെ മുകളിൽ ചെരിപ്പൂരി വെച്ചിട്ടല്ലാതെ മമ്പറത്തെ പാപ്പ സിയാറത്തിന് പോയിട്ടില്ല. അതുപോലെ മാത്രം അലാവുദ്ദീൻ ഹിംസി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മമ്പറത്തെ പാപ്പ പോകുമ്പോ കല്ലായി പാലത്തുമ്പോ ചെരുപ്പൂരി വെക്കുകയാണ് ആ മഹാന ബഹുമാൻ. 1 കിലോമീറ്റർ അപ്പുറത്ത്. അത്ര വലിയ മഹാന. കോഴിക്കോട് കടപ്പുറത്ത് കടലോരത്ത് മറവ് ചെയ്യപ്പെട്ട ആ മഹാൻ പിൻകാലത്ത് വെള്ളപ്പൊക്കം രൂക്ഷമായപ്പോ എന്നെ നിങ്ങൾ മാന്തിയെടുത്തിട്ട് ഇടിയങ്ങരയിലേക്ക് മറവ് ചെയ്യണം. ഇടിയങ്ങര പള്ളിയിലെ കാളിയും മഹല്ലുകാരും സ്വപ്നം കാണുമ്പോ അതിന്റെ ഫലമായി തന്നെ വഫാത്തായതിനു ശേഷം മറമാടി 10 കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊരു കേടുപാട് കൂടാതെ ഇന്നത്തെ ശൈഖ് പള്ളിയിലേക്ക് മാറ്റി മറവ് ചെയ്ത വലിയ മഹാനാ. ആ മഹാന്റെ ചാരത്ത് ഇങ്ങനെ കഴിയാം. ചുക്കളി നാട്ടുകാരെ, ഈ ചുക്കളി മുബാറക് മസ്ജിദിന്റെ വിജയം നല്ലവരുടെ സാന്നിധ്യമാണ്. ഇവിടെ ഏതായാലും തൊട്ടതെല്ലാം പൊന്നാകാൻ ഔലിയാക്കൾ സദാതീങ്ങളുടെ ചരമാ. മഹാനായ ഖുത്ബി തങ്ങൾ ഇവിടെ അന്തിയുറങ്ങുകയാണ്.
ഈ നാടിന്റെ ഇസ്സത്തും അഭിമാനവുമാണ്. ആശാഹു ഐ യഹരിമ റാജിമകരീമഹു ഔ യർജിഅൽ ജാറുമീൻ വൈറാമ തറമീ മൗലായ സല്ലി വസാ. സി എം വലിയുള്ളാന്റെ മറ്റൊരു പ്രത്യേകത ആദരവും ബഹുമാനവുമാണ്. ആദരിക്കേണ്ടതിന് ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കുക. ഇന്നത്തെ തലമുറയിൽ നിന്നെടുത്തു പോകുന്നത് ഈ ആദരവും ബഹുമാനവുമാണ്. ഇത് സ്വലാത്ത് മജ്‌ലിസാണ്. ഇവിടെ തങ്ങന്മാരാണ്, ആലിമീങ്ങളാണ്. ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന ആ ഭക്ഷണം അത് ബർക്കത്തിന്റെ ഭക്ഷണമാണ്. ഇതെല്ലാം ആ ബഹുമാനം ഉൾപ്പെട്ടാൽ രക്ഷപ്പെടും. മഹാനായ സി എം വലിയുള്ളാന്റെ കാലഘട്ടത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാനൊരിക്കൽ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന മേശപ്പുറത്ത് ഒരു വിരിപ്പ് വിരിച്ചിരിക്കുകയാണ്. ആ വിരിപ്പിന്മേൽ ഹബീബായ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖുബ്ബത്തുൻ ഖദറാഇന്റെ ഫോട്ടോ, പച്ചക്കുബ്ബയുടെ ഫോട്ടോയുണ്ട്. ആ വിരിപ്പിന്റെ മുകളിൽ ഇതുപോലെ പ്ലാസ്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ജഗ് വെച്ചിരിക്കുന്നു, വെള്ളം കുടിക്കാനുള്ള പാത്രം. മഹാനായ സി എം വലിയുള്ള കയറി വന്നിട്ട് പറയുകയാണ്, എന്താ നിങ്ങൾക്ക് ബഹുമാനമില്ലേ? ഇത് നിങ്ങൾക്ക് ചായ വെക്കാനുള്ളതല്ല, വെള്ളം വെക്കാനുള്ളതല്ല. ഈ വിരിപ്പന്മേലുള്ളത് ഹബീബായ മുത്തുനബിയുടെ ഖുബ്ബയാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി. ഖുബ്ബത്തുൻ ഖദ്റാഉ ദാമത് മുനീറത മമസ അൽഅദാ ബല്ലുവ ഖബ വലം യരിദാ. ആ കുബ്ബനോടുള്ള ബഹുമാനം നമ്മളിന്ന് ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ ചവിട്ടിത്തേക്കണ പോലെ. നിങ്ങളറിയണം, ഈ ആദരവും ബഹുമാനവും സുന്നികളായ ആളുകളിൽ നിന്നല്ലാതെ സാധ്യമല്ല. റഷീദ് ഉസ്താദ് ഇവിടെ ഏത് തങ്ങളെ വിളിച്ചാലും ഏതാളെ വിളിച്ചാലും ഞങ്ങൾ ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുത്തുബി തങ്ങളെ നാട്ടുകാരാണ്. ഇത് പറഞ്ഞാൽ പിന്നൊരു അപ്പീലുമില്ല, അത് ഏൽക്കണം. അത് ആളെ പ്രത്യേകതയാണ്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റവും ധാരാളം സ്വാലിഹീങ്ങളെ മഹത്വമുള്ള മാസമാണ്. നമ്മൾ പിന്നെ ഒരാളെ നാമദേഹത്തിലാണെങ്കിൽ എല്ലാ ഔലിയാക്കളെ സ്മരണയും ഉണ്ടാകണം. ഈ മാസം ശവ്വാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ആണ്ടാ. ഇപ്പൊ നമ്മളെ അഹമ്മദാജിക്ക് പോയില്ല, അവിടെ ഉസ്ബെക്കിസ്ഥാൻ സഹീൽ ബുഖാരി തങ്ങൾ, ഇമാം ബുഖാരി തങ്ങൾ ആണ്ടുമാസമാണ്. ആ ബുഖാരി തങ്ങൾ മുത്തുനബിയുടെ ഹദീസിനെ ജീവിപ്പിച്ച പണ്ഡിതനാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് സി എം വലിയുള്ള വഫാത്തായത് ഈ മാസത്തിലാ. വലൽ വലിയിൽ ഖുതുബി ശംസിൽ ഉലമാ ഖദ് കാന ഖുദ്വതം മഅത്തൽ ഉറമാ. ഖുതുബി തങ്ങളെ വഫാത്തിന്റെ മാസം ഈ മാസമാണ് അല്ലേ? പോരാ, അമ്മു റസൂലില്ലാഹ് സയ്യിദുൽ ശുഹദാ അസദുല്ലിലാ ഹംദത്തുൽ കറാർ ബംബുറ്റ അംസാറിയല്ലാഹ് ചാടിട്ടമ്പിയാസ്വദിൽ മാറടാ വെള്ളൽ നബി മാഹ് മോദർ ഹൗദിന് വെള്ളം കുടിക്കുന്നു നാരടാ. ആ ഹംസത്ത് എന്ന ഹൂദിന്റെ മാസമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഹംസത്ത് എന്ന മധുവൊക്കെ കേൾക്കൽ അവരെ ഈമാന്റെ മഹത്തമായി അവർ കണ്ടു.
ഞാൻ തന്നെ മുഹമ്മദ് ഹാജി പാപ്പ, ഉണ്ടൂർ ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഒക്കെ എന്നെ കൊണ്ട് പാടിപ്പിക്കുക. അംജത്തെന്ന് പറയാം, അത് കേൾക്കാൻ ആവേശ. ഇരുപുറം തഹിയേറിനാൽ നിരക്കവേ ഈകൾ ഹംസ ശൈബത്തുമായി തിരക്കവേ ഊരന്മാരി ശരി ഹംസത്താൽ നടുക്കവേ ഒരു പെട്ട് കൊടയുടനെ തടുക്കവേ. അങ്ങനത്തെ അംജത്തെന്ന് വരാണ്ടാണ് പോരാ. മഹാനായ ഇമാം അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു ഇന്ന് ഖിയാമത്ത് അടുക്കുമ്പോ ആൾക്കാരൊക്കെ ശാദുലി തരീഖത്തിലേക്ക് ഈമാനുള്ളവർ വലിഞ്ഞു ചേരും. നിങ്ങളെ CM വലിയുള്ളാന്റെ ആണ്ടെന്ന് മാത്രമല്ല, നമ്മളെ പള്ളിയിലെ സ്വലാത്തെന്ന് മാത്രമല്ല, ലോകത്ത് ആരെല്ലാം മദ്ഹ് ചൊല്ലുന്നുണ്ടോ അതിന്റെ എല്ലാം മഹത്വത്തിന്റെ ക്രെഡിറ്റ് എത്തിച്ചേരുന്നത് ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങളുടെ ഹദറത്തിലേക്കാ. കാരണം അവിടെ നിന്നാണ് ഈ ബുർദയും സലാത്തിന്റെ ഒക്കെ ഒരു തരംഗം. എല്ലാത്തിന്റെ തരംഗം അവിടെയാണ്. മഹാനായ അബുൽ ഹസൻ ശാദുലി തങ്ങളവர்கள் അവരെ പരമ്പരയിലാണ് ഈ ഖസീദത്തുൽ ബുർദ, അവരെ പരമ്പരയിലാണ് എല്ലാ ഇഷ്കിന്റെ മജ്ലിസുകളും ചെന്നു ചേരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവരെല്ലാം പാടിയത് വമാം മഖ്സൂദുഹും ജന്നാത്തു ആദിനി വലല്ലൂറുൽ ഇസാനു വലൽ ഖിയാമാ സിവാനദിരിൽ ജലീലി ഫദാ മുനാഹു വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമാ. CM വലിയുള്ളാന്റെ കൽബ് അവിടെയാണ്, ഔലിയാക്കളെ കൽബ് മുഴുവനും അവിടെയാണ്. അള്ളാനെ കാണണമെന്നാണ്, അള്ളാനെ കാണാനുള്ള വഴി ഹബീബായ മുത്തുനബിയുടെ ഇസ്കാൻ. അല്ലാഹ ജല്ല അസ്സ നഹ്മദു ദൗമാ അഹ്ലൽ ഹിദായതി വ ഔലാനാ ഹിൽമാ അഹ്ലൽ ഹിദായതി വ ഔലാനാ ഹിൽമാ. അങ്ങനെ തുടങ്ങി ഈ മാസം മുഴുവനും ഔലിയാക്കളുടെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് രാജസ്നേഹം പഠിപ്പിച്ചത് ഔലിയാക്കളാ. അതുകൊണ്ട് എവിടെ ബോംബ് പൊട്ടിയാലും, എവിടെ ഭീകരത താണ്ഡമാടിയാലും, എവിടെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെയെല്ലാം അതിന്റെ അടിസ്ഥാനത്തിലേക്ക് ചെന്ന് നോക്കിയാൽ രാജ്യത്തിന്റെ ശത്രുക്കളാ. രാജ്യത്തിന്റെ ശത്രുക്കൾ ഉടലെടുക്കാൻ ആത്മീയതയെ ചവിട്ടി മതിക്കണം. അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് ബോംബ് വെച്ചവർ, ബഗ്ദാദിൽ ബോംബ് വെച്ചവർ, ലോകമെവിടെയും ഈ IS തീവ്രവാദി ഭീഷണി നേരിടുമ്പോ അതിന്റെ അടിത്തറയിലേക്ക് ചെല്ലുമ്പോൾ ഔലിയാക്കളെ ശത്രുക്കൾ ഇവരാണ്. സിരിയയിൽ മഖ്ബറ തച്ചുടച്ചവർ ഇവരാണ്. ഈജിപ്തിലെ സാലിഹീങ്ങളെ മഖ്ബറകൾ തച്ചുടച്ചവർ. ഇറാഖിലും ഇറാനിലും ഔലിയാക്കളെ മഖ്ബറകൾ തച്ചുടക്കലാ. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയെ ഔലിയാക്കളിലേക്ക് എത്തിച്ചാൽ അവർ രാജ്യസ്നേഹികളാവും. രാജ്യസ്നേഹത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യലാ. അവിടുത്തെ ശിഷ്യനായ ഉമർ ഖാദി പാട്ടുപാടലാ, ഇസ്കിന്റെ വരികൾ ചൊല്ലലാ. അവരെ പ്രവർത്തനം രാജ്യനന്മക്ക് വേണ്ടി പോരാടലാ. അപ്പൊ സലാത്തും ദിക്റും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ബന്ധമുണ്ടായാൽ സൽഗുണങ്ങൾ ചെയ്ത് ഏറെ നല്ലവർ പിന്നാലെ നന്മയേറെ ചെയ്ത് തീന്മ പോക്കിട് പതിനാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു. അതുകൊണ്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇവരെല്ലാം മഹാത്മാക്കളെ ചാരവും ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടായപ്പോ അവരെ നാവിന് കറാമത്തിന്റെ പവറാ. ഖുത്ബി തങ്ങളെ കറാമത്ത് കണ്ടാൽ തന്നെ കറാമത്തുള്ള പവറായിരുന്നു. ആളുകൾ പറയും, സത്യവും അസത്യവുമായി ഒരാൾ ഖുത്ബി തങ്ങളെ മുന്നിലേക്ക് വന്നാൽ കളവുള്ള മനുഷ്യന് പിന്നെ പറയാൻ കഴിയൂല ഖുത്ബി തങ്ങളോട്.
ഞാൻ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഒരു സത്യവും അസത്യവും കുത്തുബിയുടെ മുന്നിലെത്തിയാൽ കുത്തുബി ഉസ്താദിന്റെ മുഖം കണ്ട് കണ്ടാൽ തന്നെ സത്യക്കാരന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, അസത്യക്കാരൻ മിണ്ടാതിരിക്കണം. അവർ മുഖത്തിന്റെ ഹൈബത്തായിരുന്നു. ഒരു മഹല്ലത്തിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി കഥ ഞാൻ കേട്ടിരുന്നു. വന്നപ്പോ ആ മഹല്ലത്തിന്റെ കള്ളത്തരത്തിന്റെ കൽബ് കുത്തുബി തങ്ങളെ മുഖം കണ്ടപ്പോ തന്നെ അയാൾ സത്യം പറഞ്ഞ് പിന്മാറി വെല്ലവിടും. അതാ കറാമത്തുകൾ അങ്ങനെയാണ്. മഹാനായ സി.എം. വലിയുള്ളാന്റെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയാ ഇങ്ങനെയാ തീർന്നു. മലബാർ അസംഗുരികൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഹജ്ജിന് പോകണം, ഇപ്പൊ പോണം. ഇപ്പൊ പോണം. നമ്മൾ പറയൂ അങ്ങനെ ഇപ്പൊ പോണം പറയാൻ കഴിയോ? കഴിയൂല. കാരണം നമ്മുടെ അക്കൗണ്ടുകൾ ക്ലിയർ അല്ല. ഔലിയാക്കളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ അവരെപ്പോഴും മരിക്കാൻ തയ്യാറാ. അവർക്ക് ബാധ്യതകളില്ല. കടത്തെക്കുറിച്ച് തീരുമാനമെടുത്തവരാണ്, അക്കടപാടുകൾ വീട്ടിയവരാണ്. അവരിന്ന് മരണപ്പെടാൻ തയ്യാറായി നടക്കുന്നവരാ. ആ നിലക്കുള്ള ആൾക്കാരാണ്. മലബാർ അസംഗുരികൾ വന്നിട്ട് ഇപ്പൊ പോണം, എന്നാ പോയിക്കോ, കോഴിക്കോട് ട്രെയിനുണ്ട്, ഊറ് നേരെ ചെന്നു, ട്രെയിൻ കയറി അങ്ങോട്ട് പോവുക. ടിക്കറ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അസംഗുരികൾ വേറെ പോയി ബോംബെ മുസാഫിർ ഖാനയിലെത്തി. അന്ന് ബോംബെ മുസാഫിർ ഖാനിൽ ഹജ്ജിന് കപ്പലിന് പോണ കാല. അവിടെയുള്ള ആൾക്കാരൊക്കെ ദിവസം താമസിച്ച് എല്ലാരെയും കപ്പലിലേക്ക് വിളിച്ചു കയറ്റിയപ്പോ മലബാർ അസംഗുരികളെ പേരില്ല. കാരണം മൂപ്പർ സി.എം. വലിയുള്ളാന്റെ വിസയിൽ പോണ ആളാ. അവസാനം മുസാഫിർ ഖാനെ പരതിയപ്പോഴാ അസംഗുരികളെ കണ്ടത്. എന്താ ഇവിടെ ഹജ്ജിന് പോകാൻ വന്നതാണ്, എവിടെ രേഖ? ഒന്നുമില്ല. സി.എമ്മിന്റെ രേഖയിൽ വന്നതാണ്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ താൽക്കാലിക പാസ്പോർട്ട് അനുവദിച്ച് അസംഗുരികളെയും കപ്പലിൽ കയറ്റി. 7 കൊല്ലം മുമ്പ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ പാസ്പോർട്ട് ആവശ്യമില്ലായിരുന്നു ഹജ്ജിന് പോകാൻ സർക്കാർ. അന്ന് സ്പെഷ്യൽ പാസ്പോർട്ട് അപ്പടിച്ചു കൊടുക്കൽ ഒരു കാർഡ്. അസംഗുരികൾ കപ്പൽ കയറി ജിദ്ദ എയർപോർട്ടിലെത്തി, ജിദ്ദ സീപോർട്ടിലെത്തി. കപ്പൽ വഴി പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തെത്തിയപ്പോ അവിടുന്ന് കഅബ കഴിയുന്ന ചടങ്ങ് നടക്കുന്ന സന്ദർഭമാ. ബഹുമാനപ്പെട്ട അസംഗുരികൾ നേരെ ചെല്ലുന്നത് കഅബത്തിന്റെ ഉള്ളിലേക്ക് കടക്കാനാ. സി.എം. വലിയുള്ളാന്റെ വിസയിലല്ലേ ഹജ്ജിന് പോയിട്ടുള്ളത്. പോലീസുകാരും പട്ടാളക്കാരും തടഞ്ഞു മാറ്റി അസംഗുരികളെ. മൂപ്പര് പിന്നെയും ഓടിച്ചൊല്ലും. പട്ടാളക്കാർ അദ്ദേഹത്തെ വരിഞ്ഞ് പിന്തുടർന്നിപ്പോ തള്ളും. പിന്നെയും ഓടിച്ചൊല്ലും. മൂപ്പർക്കറിയില്ല. കാരണം പരിശുദ്ധമായ കഅബാലയത്തെ കാണാനുള്ള ഇഷ്ക് കാരണം, കഅബാലയത്തിന്റെ ചാരത്ത് കിടക്കാനുള്ള ഇഷ്ക് കാരണം അവിടുന്ന് വെമ്പൽ കൊള്ളുന്ന കൽബാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. ഇയാളിങ്ങനെ വരുന്നു, പട്ടാളക്കാരും മടക്കണ ഈ രംഗം ഇങ്ങനെ കണ്ടപ്പോ അന്നത്തെ മക്ക ഗവർണർ ഈ രംഗം കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം കീർപ്പ് തോന്നി, അദ്ദേഹത്തെ വിളിപ്പിക്കാൻ പറഞ്ഞു. ഇയാളിങ്ങനെ വരണ, ഇയാളെ മടക്കണ, ഇയാൾ വരണ, ഇയാൾ മടക്കണ. ഇങ്ങനെ രാജാവ് എന്താ കയറാൻ പറഞ്ഞു അകത്തോട്ട്. ഒരു അനുമതിയല്ലേ. വന്ദരായ യൂസുഫുൽ ജീലാനി തങ്ങപ്പാപ്പ കഅബത്തിനുള്ളിൽ കയറിയില്ലേ? അതൊക്കെ വലിയ ഭാഗ്യങ്ങളല്ലേ കിട്ടാൻ പോകുന്നത്. സി.എം. വലിയുള്ളാന്റെ ആൾക്കാരാ. അവർക്ക് എവിടെയും കയറാനുള്ള പെർമിഷൻ, എവിടെയും കയറാനുള്ള അവസരം കിട്ടും. അസംഗുരികൾ കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചു. എത്തിയോ? ആ സമയത്താണ് രാജാവ് ചോദിച്ചു, എന്താ വേണ്ടത്? ഇവിടെ നിൽക്കാൻ ആഗ്രഹം. താൽക്കാലിക വിസ അനുവദിച്ച് നിരവധി കാലം മലബാർ അസംഗുരികള് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ചാരത്തും ഹബീബായ സയ്യിദുനാ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ചാരത്തും കഴിയാൻ സി.എമ്മിന്റെ വിസയിൽ പോയതാണ്. അതുകൊണ്ട് സി.എം. വലിയുള്ളാഹി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അപ്പുറം ചിന്തിക്കേണ്ടതില്ല. കണ്ടവർക്കറിയാം ഞാൻ ജീവിക്കുന്നു സി.എം. വലിയുള്ളാന്റെ കറാമത്ത് കൊണ്ടാണ്. എന്താ സമയം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. കമ്മരീലിൻ ഖദ് ആതാഹു കാമിലുസി പാബികോ ലൈസാ ബില്ലാജി ബൽ ബിൽ ഔലിയാ മാട ഊർവലി ലാ ഇലാഹ ഇല്ലല്ലാഹു.
കണ്ടോ CM വലി ഞാൻ ചെന്ന് പറഞ്ഞു ഉസ്താദ് എന്റെ കണ്ണിന് സുഖമില്ല. മൂപ്പന്റെ പെരിയിൽ ഇങ്ങനെ കിടക്കുക. ഓറ് പറഞ്ഞു നിങ്ങളെ കണ്ണിന് അസുഖമല്ല. ഞാൻ കുറെ കാലത്തെ കണ്ണ് വല്ലാതെ ഒട്ടന്മാരും കാണിച്ചതാണ്. ഞാൻ പോന്നു. ഒരു 5-6 മാസം കഴിഞ്ഞാല് പിന്നെയും ചെല്ലുകയാണ് കണ്ണിന്. ഓറ് പറയും കണ്ണിന് അസുഖം. നിങ്ങളുടെ കണ്ണിന് അസുഖമല്ല, എന്റെ കണ്ണ് നിങ്ങൾ പോലും കാണുന്നില്ല. എന്റെ കൈ പിടിച്ച് പറയാം. അൽഹംദുലില്ലാഹ്. അങ്കമാലി, മധുര, കോയമ്പത്തൂർ, കോൺട്രസ്റ്റ് മുതൽ ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റലുകൾ മുഴുവനും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാർ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടോ? സംശയിച്ചിരിക്കുന്ന മജ്‌ലിസിലുണ്ടെങ്കിൽ ചുക്കളി മുബാറക്ക് പള്ളിയിലെ വിപുലമായ CM വലിയുള്ളാന്റെ നേർച്ച നടക്കുമ്പോ അതിലേക്ക് സദഖ കൊടുത്തവർ, ഇതെന്തിനായി ഇത്ര ചിന്തിച്ചവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CM വലിയുള്ളാനെ കേട്ടവരും കണ്ടവരും ഒരു കറാമത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്നെ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കി. ഇപ്പോഴും ഡോക്ടർമാർ ഞാൻ അന്ധനാണെന്ന വിലയിരുത്തിയിട്ടുള്ളത്. ഏത് കമ്പ്യൂട്ടർ മെഷീനും 100% അന്ധനാണെന്നാ പറയുന്നത്. പക്ഷേ എനിക്ക് കാഴ്ച കിട്ടുന്നുണ്ട്. CM വലിയുള്ളാന്റെ കറാമത്ത. കുണ്ടൂർ ഉസ്താദിന്റെ ഒരു മന്ത്രം ഞാൻ നടത്തലുണ്ട്. അലം ദസ്ഫിലിസംന വഅമാ വഅബ്റസി ഫദാവി ഫുആദി ബിൽ ഹുദാഹീന യുക്തിഊ. അതായിരുന്നു പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളുടെ കറാമത്തുകൾ നമ്മളെ ബുദ്ധി കൊണ്ട് അളക്കാനുള്ളതല്ല. ഇവിടെ CM വലിയുള്ളാന്റെ വഫാത്തിന് ശേഷം ഈ നമ്മുടെ പള്ളിയിലെ നടക്കുന്ന ഓരോരോ മജ്‌ലിസുകളിലും ഔലിയാക്കളുടെ ഈ മജ്‌ലിസിന്റെ കറാമത്ത് പറയാൻ നിരവധി ആളുകളെ കാണാം. കുറെ പറയാണ്ട്. ഉസ്താദ് വന്ന് നിർത്താൻ പറയാണ്. തങ്ങപ്പാപ്പ എത്തി എന്നാ പറഞ്ഞത്. നിർത്താനായി ഞാൻ പങ്കിട്ടുന്നില്ല. അവർ ഈ മജ്‌ലിസിലിരിക്കുന്ന നിങ്ങൾ ഈ സംരംഭത്തിലേക്ക് നേർച്ചയാക്കി എന്താ നിങ്ങളെ കൽബിൽ? നമ്മളെ ബഹുമാനപ്പെട്ട മിച്ചിക്കോയ തങ്ങപ്പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, എന്നോട് പറയാണ് CM വലിയുള്ളാന്റെ കറാമത്ത് എത്രയാ. ഒരാൾ ഗൾഫിൽ നിന്ന് വരുമ്പോ അയാൾ സ്വർണം കൊടുന്ന് ഗൾഫിൽ. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ നയിച്ചതൊക്കെ ചെക്കിംഗ് ഒന്നും അങ്ങനെ പോരലാണ്. അയാൾ ഷൂവിന്റെ ഉള്ളിലാണ് ആൾക്കാർ എടുക്കുമെന്ന് വിചാരിച്ചിക്കാണ്ട് ഒതുക്കി. കസ്റ്റംസ് മാത്രമല്ല ജനങ്ങളും തട്ടിപ്പറിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുന്നതാണ്. അയാൾ ബോംബെ എയർപോർട്ടിലാണ് അന്നത്തെ എമിഗ്രേഷൻ ഉള്ളത്. ബോംബെ എയർപോർട്ടിൽ നിസ്കരിച്ചിട്ട് പള്ളി കയറി വന്നപ്പോ ഷൂ കാണാനില്ല. ആരെ കണ്ടുകൊണ്ടേ പടച്ചോനെ, അയാൾ 2 കൊല്ലൊക്കെ നയിച്ച സമ്പാദ്യം മുഴുവനും അതിലല്ലേ. അയാൾ കരഞ്ഞ് കഷ്ടപ്പെട്ട് അവസാനം നാട്ടിലെത്തി. നമ്മൾ അമ്പിച്ചുകോയ തങ്ങപ്പാപ്പാട് പറഞ്ഞു, തങ്ങളെ ഞാൻ നയിച്ചത് മുഴുവനും പോയി, എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. തങ്ങപ്പാപ്പാൻ അറ്റാക്ക് ചെയ്ത് കൂടിയാൽ കാര്യം അമ്പിച്ചത് നമുക്ക് അങ്ങനെ പ്രത്യേകണ്ടേ. അങ്ങനെ നമുക്ക് കുണ്ടൂർ ഉസ്താദിന്റെ ഹജ്ജിന് പോയപ്പോ ഒരാൾ കാശ് വാങ്ങി തങ്ങളെ അയാൾക്ക് 500 റിയാൽ കുടുങ്ങിയപ്പോ എന്റെ 5 കേസ് വിടണം മൂപ്പര കരാർ. മൂപ്പരങ്ങ് നാട്ടിലെത്തി അമ്പർത്ത മക്കാമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാളെ കണ്ട്, ഏട്ടനെ എന്റെ 5 കേസ് വിട്ടിട്ട് ഞാൻ കായുണ്ട് തന്നെ തങ്ങളെ. തങ്ങപ്പാപ്പ നേരെ അമ്പർത്ത പാപ്പ ഞങ്ങളെ കണ്ട് വാങ്ങി കേട്ടോ, എന്നെ മാനം കെടുത്തരുത്, ഒറ്റ വാക്കാണ്. പിറ്റേന്ന് അയാളെ കേസിന് കിട്ടും. അപ്പൊ കുണ്ടൂർ ഉസ്താദ് എപ്പോഴും പറയും, തങ്ങളെ നിങ്ങൾ അമ്പർത്ത പാപ്പാട് പറഞ്ഞ ഭർത്താവ് എന്നെ പറ്റി ഒന്ന് പറഞ്ഞാൽ അനമ്പിച്ചേർന്ന് നമ്മളിവിടെ വരുന്ന ആളവിടെ. അപ്പൊ അമ്പിച്ചോയെ പറയാൻ ഞാൻ പിന്നെ നിവൃത്തിയില്ലായിട്ട് CMന്റെ അടുത്ത് കൊണ്ടുപോകാം. CM വലിയുള്ളാന്റെ അരികിലേക്ക് ചെന്നിട്ട് തങ്ങളങ്ങ് പറയാൻ തുടങ്ങി. ആ തങ്ങൾ കുത്തുബിസ്ഥാനത്ത് വന്നാലും ആരെടുത്ത് വന്നാലും തങ്ങൾ പറഞ്ഞാൽ പിന്നെ എല്ലാവരും കേട്ടോണം. അങ്ങനെ തങ്ങളുടെ ശൈലി അങ്ങനെ. എന്റെ ഉസ്താദുല്ല അസാദൊക്കെ ആരെ കണ്ടാൽ ദിവസൂല. ഈ തങ്ങൾ ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ അണിയിച്ചു പോരലാണ്, പിന്നൊന്നുമില്ല. അവരെ പവർ എങ്ങനെയാ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കണ്ണിനൊക്കെ കാഴ്ച കുറഞ്ഞ് വീട്ടിലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അയാളെയും കൂട്ടിയിട്ട് CM വലിയുള്ളാന്റെ അടുത്ത് പോകുമ്പോ CM വലിയുള്ള പറയുന്ന വാക്കെന്താ? ഉടനെ ബോംബെയിലേക്ക് പോകണം. നിസ്കരിച്ച പള്ളിയുടെ മുന്നിലെ ഷൂ കടയിൽ നിന്നൊരു ഷൂ വാങ്ങിക്കണം. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അയാൾ പറഞ്ഞു, തങ്ങളെ ഇനി എന്നെ കൊണ്ട് വെക്കൂലോട്ടാ പോകാൻ. അന്ന് ബോംബെയിൽ പോലും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പോയേ പറ്റൂ. തങ്ങപ്പാപ്പ പറഞ്ഞു നീ പോണം, ഞാൻ CM പറഞ്ഞ കാര്യല്ലേ, അതുകൊണ്ട് വിടാൻ കഴിയൂല. കാരണം ഏത് പ്രശ്നമാണെങ്കിലും ജാഹിക്കും
ലാ ഇലാഹ സി എം വലിയുള്ള പറഞ്ഞ വാക്ക് നിർബന്ധിച്ച് തങ്ങൾ അയാളെ ഉന്തി വിട്ടു. അയാള് മുംബൈയിലെ പള്ളിയിലെത്തി നിസ്കരിച്ച പള്ളിയുടെ മുന്നിലെ കടയിൽ പോയി ഷൂ വാങ്ങാൻ ചെന്നപ്പോ ഇയാളെ ഷൂ മിനിക്ക് തുടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഷൂ ഒക്കെ കട്ടുണ്ടോയിൽ അങ്ങനെ കൊണ്ടുപോണ കാലാണ്. لا إله إلا الله اللهم صل على سيدنا اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضل. സ്വലാത്ത് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇടയിൽ തങ്ങപ്പാപ്പുണ്ട് കയറി വരും ചെയ്യും. സമയമാകുമ്പോൾ പള്ളിയിലെ നിസ്കാരവും നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരികയാണ്, അന്നത്തെ കാലത്തെ ആളുകൾ ഒരൊറ്റ വാക്കാ കണ്ട നിങ്ങൾ ആ ഷൂ വാങ്ങിയപ്പോൾ ആ ഷൂവിന്റെ ഉള്ളിൽ ആ സ്വർണ്ണമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസിലിരിക്കുന്ന ആളുകൾ എന്തുദ്ദേശം വെച്ചിരുന്നാലും അവരെ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു പൂർത്തിയാക്കി തരും. അല്ലാഹു തആല റഹ്മുർ റഹീമീനായ റബ്ബ് ഈ മജ്‌ലിസ് കാരണമായി എല്ലാ മഹാത്മാക്കളെ ബറക്കത്ത് കൊണ്ട് എന്തുദ്ദേശം വെച്ച് ഈ സംരംഭത്തിന് വേണ്ടി ഓടി നടക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അന്നേരം റഷീദ് ഉസ്താദ് അവറുകൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയാണ്. അല്ലാഹു തആല മുസ്ലിം വലിയുള്ളാന്റെ ഈ മഹാത്മാക്കളെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാ ഇസ്സത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ശൈത്താൻ ഇൻസ് ജിൻ ശർറുകൾ കുല്ല ശൈത്താനിൻ വഇഫിരി തിംബജിൻ മാരിരി അദ്ഹിബംബോ നജീനായ ഉത്ബനാമട ഊർവലി അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെ ഈ ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങപ്പാപ്പ് വരും. വലിച്ച മലയാളത്തിലോ ദ്വായോ കാര്യങ്ങളൊന്നും ഉണ്ടാവൂല.
ഓറ് CM വലിയുള്ളാന്റെ ശൈലിയിൽ അന്നും അധികാരിന്റെ വീട്ടിലൊക്കെ അങ്ങനെ വേണ്ട വേണം ആ കുറെ ശൈലിയാണ്. അവർ ചെറിയ അറബിയിലെ ദ്വായക്കും എല്ലാം ചെറിയ വാക്ക് പറയുന്നതല്ലാതെ നമ്മളെ വലിയ അംഗത്തിലെ മലയാള ദ്വായും കാര്യമൊന്നും ഉണ്ടായ കുറഞ്ഞ വാക്ക് മതി. അത് തന്നെ വലിയ പുണ്യമാണ്. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ കറാമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ദിക്ർ സ്വലാത്തുകൾ ആരംഭിക്കുകയാണ്. അർഹമുർ റഹീമായ അള്ളാഹ് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ അള്ളാഹ്. എന്ത് മുറാദ് മനസ്സിൽ വെച്ച് പങ്കെടുത്താലും ഭക്ഷണം കൊടുത്താലും സദഖ കൊടുത്താലും സഹായിച്ചാലും അവരെല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാഹ്. ഗൾഫ് രാജ്യത്തും വിദേശത്തുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസീ ഉസ്താദ് സലാത്ത് തുടങ്ങും. ഇൻഷാ അല്ലാഹ്.